ഈ നെറ്റിപ്പട്ടായാലും മാലവട്ടായാലും അതുപോലെ ഇപ്പോൾ തിടമ്പൊക്കെ ആണെങ്കിലും എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം തോന്നാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മളതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരമ്പലത്തിലൊക്കെ പോയൊരു ഫീലിങ്സൊക്കെ എനിക്ക് തോന്നാറുണ്ട് ട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നെറ്റിപ്പട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ആനേനെ ഓർമ്മ വരും. അപ്പോൾ ദേ അമ്പലത്തിൽ പോയൊരു ഇതൊക്കെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഇത് ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ കുറേ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് മാത്രം ഉണ്ടാക്കാതിരിക്കുന്നതും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാത്തതുമായിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ കൂടുതലും. ഇപ്പം എൻ്റെ ഇതിൽ തന്നെ കമൻസിലാണെങ്കിലും എനിക്ക് പേഴ്സണലി ആണെങ്കിലും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇതിന് മെറ്റീരിയൽ എവിടെ നിന്നാണ് വാങ്ങുക, ഇത് ശരിയായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുക, ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് പലരും ഇത് വേണ്ടെന്ന് വെച്ച് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് കേട്ടോ നെറ്റിപ്പട്ടം മേക്കിങ്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ ഞാൻ വാങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. തൃശ്ശൂർ നമ്മളുടെ പുത്തമ്പള്ളിയുടെ അവിടെ കുറേ ഷോപ്പുകളുണ്ട്. അവിടെ ഫെജി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാനിതിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങുന്നത്. മിക്കയിടത്ത് പിരിഞ്ഞാലക്കുടയിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പം മിക്ക ജില്ലകളിലും അവൈലബിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതെവിടെ എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് വെജിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. റേറ്റ് ആണെങ്കിലും ബാക്കിയെല്ലാം അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു ഇടപെടലാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് എടുക്കുന്നതാണ്. എടുക്കുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കും കേട്ടോ. കുറേ അധികം എടുക്കും സാധനങ്ങൾ. എനിക്ക് എപ്പോഴും അങ്ങനെ തൃശ്ശൂർ പോയി വാങ്ങാനൊന്നും പറ്റാത്തത് കൊണ്ട് അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഐഡിയ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള തിടമ്പൊക്കെയാണ് കേട്ടോ ഈ ഗുരുവായൂരപ്പൻ്റെയൊക്കെ. പിന്നെ നെറ്റിപ്പട്ടങ്ങളാണെങ്കിലും പല പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഓരോ ഐഡിയയിലും നമുക്കിങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യും തോറും നമ്മൾക്ക് പുതിയ പുതിയ ഐഡിയാസൊക്കെ വരും. അതൊക്കെ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ സന്തോഷത്തോടു കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം.